നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്തിരിയിലെ വിഷാംശം കളയാം. മുന്തിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിലും വിപണിയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരിയിൽ കീടനാശിനിയുടെ അംശം ഉണ്ടാകാം. സാധാരണ വെള്ളമൊഴിച്ച് കഴുകിയാൽ മുന്തിരിയിലെ വിഷാംശം മാറിക്കിട്ടില്ല. വിഷാംശം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. മുന്തിരിയിലെ വിഷാംശം കളയാം. മുന്തിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിലും വിപണിയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരിയിൽ കീടനാശിനിയുടെ അംശം ഉണ്ടാവാം. സാധാരണ വെള്ളമൊഴിച്ച് കഴുകിയാൽ മുന്തിരിയിലെ വിഷാംശം കളയാൻ കഴിയില്ല. മുന്തിരിയിലെ വിഷാംശം നന്നായി കഴുകി വൃത്തിയാക്കാനുള്ള മാർഗങ്ങൾ നോക്കാം. സാധാരണ അണുക്കളെ നശിപ്പിക്കാൻ ഉപ്പുവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കീടനാശിനിയെ ഇല്ലാതാക്കാൻ ഉപ്പുവെള്ളത്തിൽ മുന്തിരി ഇട്ട് വയ്ക്കാം. ഇത് മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള കീടനാശിനിയെ എളുപ്പത്തിൽ നശിപ്പിക്കുന്നു. മുന്തിരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് അരമണിക്കൂർ വെച്ച ശേഷം വെള്ളം ചേർത്ത് കൈകൊണ്ട് കഴുകിയെടുക്കുക. നന്നായി വെള്ളത്തിൽ കഴുകിയാലും മുന്തിരിയിലെ കീടനാശിനിയെ ഇല്ലാതാക്കാൻ സാധിക്കും. 30 സെക്കൻഡ് ഒഴുകുന്ന വെള്ളത്തിൽ നന്നായി മുന്തിരി കഴുകിയെടുത്താൽ മതി. ഓരോ മുന്തിരിയും പ്രത്യേകം കൈകൊണ്ട് കഴുകാൻ ശ്രദ്ധിക്കണം. ബേക്കിംഗ് സോഡയും ഉപ്പും അല്ലാതെ വിനാഗിരിയും ഉപയോഗിച്ച് മുന്തിരിയിലെ അണുക്കളെ നശിപ്പിക്കാൻ സാധിക്കും. വിനാഗിരി ചേർത്ത വെള്ളത്തിൽ 10 മിനിറ്റ് മുന്തിരി മുക്കി വെക്കണം. ഇത് അണുക്കളെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ മുന്തിരിയിലെ വിഷാംശം കളയാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.